നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 1957 നിയമസഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയി. അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പം നേരത്തെ നമ്മൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ദ്വയാംഗ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞു. 114 മണ്ഡലങ്ങളും 12 എണ്ണം ദ്വയാംഗ മണ്ഡലവുമായിരുന്നു. എന്താണ് ദ്വയാംഗ മണ്ഡലം? ദ്വയാംഗ മണ്ഡലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറിയിൽ നിന്നും അതോടൊപ്പം പട്ടികജാതി വിഭാഗത്തിൽ നിന്നുമുള്ള 2 സ്ഥാനാർത്ഥികൾ ജയിച്ചു പോകുന്നു. അപ്പോൾ ഒരു മണ്ഡലത്തിൽ നിന്നും 2 സ്ഥാനാർത്ഥികൾ, ഒരാൾ പട്ടികജാതി, ഒരാൾ ജനറൽ കാറ്റഗറി. അപ്പം ആ മണ്ഡലത്തിലെ ഒരു വ്യക്തിക്ക് എത്ര വോട്ട് ചെയ്യാം? 2 വോട്ട്. ആർക്കൊക്കെ? ജനറൽ കാറ്റഗറിയിലെ സ്ഥാനാർത്ഥിക്കും പിന്നെ പട്ടികജാതി വിഭാഗത്തിൽ. ഓക്കെ. ഇനിയും ഇതിനകത്ത് വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു വോട്ട് പട്ടികജാതി വിഭാഗത്തിലെ സ്ഥാനാർത്ഥിക്കും മറ്റൊന്ന് പൊതുവിഭാഗത്തിലെ സ്ഥാനാർത്ഥിക്കും നൽകാം. ഇവിടെ നിന്ന് 2 MLA-മാർ വീതം തിരഞ്ഞെടുക്കപ്പെടും. ഓക്കെ, ഒരാൾ പട്ടികജാതി, ഒരാൾ പൊതുവിഭാഗം. ഇനിയും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പൊതുവിഭാഗത്തിലെ 1-ാം സ്ഥാനക്കാരനേക്കാൾ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും വരുന്ന 2-ാം സ്ഥാനക്കാരനുണ്ടെങ്കിൽ പൊതുവിഭാഗത്തിലെ 1-ാം സ്ഥാനക്കാരനേക്കാൾ കൂടുതൽ വോട്ട് പട്ടികജാതിയിലെ 2-ാം സ്ഥാനക്കാരനുണ്ടെങ്കിൽ ആ 2-ാം സ്ഥാനക്കാരനാവും ജയിച്ചു കയറുക. അയാളായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നടന്നത്, CPI-യിലെ വളരെ പ്രമുഖനായ ഒരു നേതാവ് ആ ഒരു കാരണത്താൽ ജനറൽ വിഭാഗത്തിൽ മത്സരിച്ച് തോറ്റുപോയി. അയാൾ മത്സരിച്ചത് പൊന്നാനിയിലാണ്. അദ്ദേഹത്തിന്റെ പേര് ഇംബീച്ചി ബാവ എന്നാണ്. ഇംബീച്ചി ബാവ CPI-യിലെ ഇംബീച്ചി ബാവ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, പട്ടികജാതി വിഭാഗം സ്ഥാനാർത്ഥിയായ കുഞ്ഞമ്പു കല്ലായനും CPI-യുടെ പട്ടികജാതി വിഭാഗ സ്ഥാനാർത്ഥി ET കുഞ്ഞനും ആദ്യ 2 സ്ഥാനങ്ങളിലെത്തി. ഇവർ രണ്ടുപേരും തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ ജനറൽ കാറ്റഗറി മത്സരിച്ച ഇംബീച്ചി ബാവയെ ജയിച്ചു കയറുവാൻ കഴിഞ്ഞില്ല. പൊന്നാനിയിലെ പുള്ളിയെ തിരഞ്ഞെടുക്കപ്പെട്ടില്ല. അതായിരുന്നു ഒരു സംഭവം. അപ്പോഴേ വിമോചന സമരം നടത്തിയാണ് 1957-ലെ EMS സർക്കാരിനെ നമ്മൾ ഇറക്കുന്നത്. അപ്പം വിമോചന സമരത്തിന് നേതൃത്വം നൽകിയതിൽ ഒരു ക്രിസ്ത്യൻ ഫാദർ ഉണ്ടായിരുന്നു. പേര് ഫാദർ വടക്കൻ. ഫാദർ ജോസഫ് വടക്കൻ. പുള്ളിയുടെ ആത്മകഥയുടെ പേര് എന്റെ കുതിപ്പും കിതപ്പും. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. ഇതിന്റെ കൂടെ പറയാൻ നമ്മൾ വിട്ടുപോയൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ വിമോചന സമരത്തില് ക്രിസ്ത്യൻസിന്റെ ഒരു ഗ്രൂപ്പിനെ ഫാദർ വടക്കന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിന്റെ പേരെന്ന് പറഞ്ഞാൽ ക്രിസ്റ്റഫേഴ്സ് ഗ്രൂപ്പ് എന്നായിരുന്നു ആ ഗ്രൂപ്പിന്റെ പേര്. ക്രിസ്റ്റഫേഴ്സ് ഗ്രൂപ്പ്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ മറ്റൊരു രസകരമായ സംഭവം നടന്നതെന്ന് പറഞ്ഞാൽ, ഈ ഇലക്ഷനിൽ പ്രധാനപ്പെട്ട 1-2 പേര് മത്സരിച്ചിരുന്നു. അവര് ചിലർ എന്താ പറയുക, വളരെ കഷ്ടിച്ച് ജയിച്ചു കയറി. വേറെ ജയിക്കുമെന്ന് കരുതി 1-2 പേര് തോറ്റും പോയി. അതിൽ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നു. പുള്ളി കൊച്ചിയുടെ പ്രധാനമന്ത്രിയായിരുന്നു. തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. പുള്ളിയുടെ പേര് കേട്ടിട്ടുണ്ടാവും, പനമ്പള്ളി ഗോവിന്ദ മേനോൻ. ഈ പനമ്പള്ളി ഗോവിന്ദ മേനോൻ ആദ്യമായും അവസാനമായും തോറ്റത് ഒരൊറ്റ പ്രാവശ്യമാണ് ചാലക്കുടിയിൽ. അതായത് ബാക്കി എല്ലാ പ്രാവശ്യം ജയിച്ചു, ഒരിക്കലും തോറ്റിട്ടില്ല. ഒരു പ്രാവശ്യമേ തോറ്റിട്ടുള്ളൂ. ആദ്യത്തെ വട്ടമാണ് തോറ്റത്. പിന്നെ പുള്ളി തോറ്റിട്ടുമില്ല. പുള്ളി അപ്പൊ ഈ തോൽവിയെ കുറിച്ച് പുള്ളി പറഞ്ഞത്, ഓർക്കാപ്പുറത്ത് പഴത്തൊള്ളിയിൽ തട്ടി ഒന്ന് വീണെന്നും എതിരാളിക്ക് അധികം വോട്ട് കിട്ടിയതിനാലാണ് തോറ്റതെന്നുമാണ്. പുള്ളി അതിന്റെ ഒരു നർമ്മ സർക്കാസ്റ്റിക് ആയിട്ടൊക്കെ പറയുകയായിരുന്നു. ഓർക്കാപ്പുറത്ത് പഴത്തൊലിയിൽ തട്ടി ഒന്ന് വീണതാണെന്നും എതിരാളിക്ക് അധികം വോട്ട് കിട്ടിയത് കൊണ്ടാണ് ജയിച്ചതെന്നുമായിരുന്നു പുള്ളിയോട് ചോദിച്ചപ്പോൾ എന്താണ് തോൽവിയുടെ കാരണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത്, പുള്ളി തോറ്റ ആരോടാന്ന് ചോദിച്ചാൽ CG ജനാർദ്ദനൻ, PSP എന്ന് പറഞ്ഞാൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ CG ജനാർദ്ദനോടാണ്. ഏറ്റവും സമുന്നതനായ നേതാവായിരുന്നില്ലേ പട്ടംതാണുള്ള. ഓക്കെ. അത് കഴിഞ്ഞ് ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ആളുണ്ട്. പുള്ളിയും ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ തൊട്ടടുത്താണ് ചാലക്കുടി. തൃശ്ശൂർ മണ്ഡലത്തിൽ വെച്ചു. ഈ പുള്ളിയായിരുന്നു ആദ്യത്തെ മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രി. പേര് ഡോക്ടർ AR മേനോനാണ്. ഡോക്ടർ AR മേനോനായിരുന്നു. പക്ഷെ പുള്ളി ജയിച്ചത് വെറും 2000 വോട്ടുകൾക്കാണ് പുള്ളി ജയിച്ചു കയറിയത്.
പക്ഷെ ചെറിയ ഭൂരിപക്ഷമായിരുന്നു. അതെ, എതിർ സ്ഥാനാർത്ഥിയായി വന്നത് ഒരു കരുണാകരനായിരുന്നു. നമ്മുടെ കെ കരുണാകരനല്ല, ഒരു കരുണാകരനായിരുന്നു. അപ്പം പുള്ളിയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ജയിച്ചത് ഞാനല്ല, മറിച്ച് കരുണാകരനാണ് എന്നാണ്. എന്നുവെച്ചാൽ കരുണാകരനാണ് പ്രതീക്ഷിച്ചതിലും നല്ല ഒരു പ്രകടനം നടത്തിയിരിക്കുന്നത്, ഞാൻ ഭാഗ്യം കൊണ്ട് ജയിച്ചത്, അങ്ങനെ പറഞ്ഞു. ജയിച്ചത് ഞാനല്ല, കരുണാകരനാണെന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളിയുടെ പിന്നീട് EMS മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രിയായി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പുള്ളിയുടെ ഡോക്ടർ AR മേനോന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പദവിയിലിരിക്കെ നിര്യാതനായ ആദ്യ MLA ആണ് ഡോക്ടർ AR മേനോൻ. പദവിയിലിരിക്കെ നിര്യാതനായ ആദ്യ MLA അത് ഡോക്ടർ AR മേനോനാണ്. അപ്പം ആദ്യ കേരള ഗവൺമെന്റ് എന്ന് പറയുന്നത് EMSന്റെ നേതൃത്വത്തിലെത്തി. EMS എവിടെ നിന്ന് മത്സരിച്ചാണ് ജയിച്ചത്? കാസർഗോഡ് എവിടെയെങ്കിലും ആണോ? കാസർഗോഡ് സ്ഥലം പറയൂ. നീലേശ്വരം. കറക്റ്റ്. EMS ജയിച്ചത് നീലേശ്വരത്ത് നിന്നാണ്. അപ്പോൾ EMS നീലേശ്വരത്ത് ജയിച്ചപ്പോഴേ EMSനൊപ്പം, അതും ഒരു ദ്വയാംഗ മണ്ഡലമാണ്, EMSനൊപ്പം പട്ടികജാതി വിഭാഗത്തിൽ മത്സരിച്ചത് ഒരു വ്യക്തിയാണ്. പുള്ളി ഒരു പ്രശസ്തനായ വിഷവൈദ്യനായിരുന്നു. വിഷവൈദ്യനായിരുന്നു. പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ചാൽ, പുള്ളിയോട് രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, പുള്ളി മരിച്ചത് എന്താണ്, പേവിഷബാധയേറ്റാണ് മരിച്ചത്. അപ്പൊ പുള്ളിയുടെ പേരെന്താണ്? പുള്ളിയുടെ പേരെന്ന് പറഞ്ഞാൽ, പുള്ളിയുടെ പേര് കല്ലളൻ വൈദ്യർ എന്നാണ്. കല്ലളൻ വൈദ്യർ. പുള്ളിയാണ് മരിച്ചത്. 2015 തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് EMSനും AKGയോടൊപ്പം നോട്ടീസുകളിലൊക്കെ പ്രിന്റ് ചെയ്ത് ഇറക്കിയിരുന്നു. അങ്ങനെ പുള്ളിയെ വീണ്ടും ആൾക്കാർ പുള്ളിയെ ഒന്ന് ഓർത്തെടുക്കാൻ ഒരു അവസരമുണ്ടായി, കല്ലളൻ വൈദ്യരെ കുറിച്ച്.